എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മളെന്നൊരു വ്യത്യസ്തമായ പുതിയൊരു ട്രിപ്പ്. നമ്മളെപ്പോഴും പറയും വ്യത്യസ്തമായ ട്രിപ്പ്, പക്ഷേ ഇന്ന് വ്യത്യസ്തം എന്താണെന്ന് അറിയുമോ? ജിജേഷിൻ്റെ കണ്ണ് ആരടിച്ച് പൊട്ടിച്ച്, അതുകൊണ്ട് അവനെ കണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. നമുക്ക് മലയിലൊരു വൈദ്യനുണ്ടെന്ന് കിട്ടും, ഒരു കണ്ണ് വൈദ്യൻ. റോഡ് വരുന്നുണ്ട്, കറക്റ്റാണ്. മിസ്റ്റർ മത്തായി ഉണ്ട്. അപ്പം അവൻ ഒളിച്ചിരിക്കുക അവിടെ. വീണ്ടും പോയി. മത്തായി മാപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇവൻ മാർക്കോ കണ്ടതിന് ശേഷം ഭയങ്കര വയലൻസ്. അപ്പോൾ എടാ, ഞാനത് സൗണ്ട് ഓഫാക്കിയാ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് കോപ്പി റൈറ്റ് വരാതിരിക്കാൻ. ബ്ലഡി ഫുൾ. അതാ, നീ മാപ്പാണ് നോക്കിയത്? ഓക്കെ, തന്നെ മാപ്പാക്കാം. എൻ്റെ വണ്ടി പറഞ്ഞു പോയി. വ്യൂ ആസ്വദിക്കുക. സൺ ക്ലൗഡ്സിന്റെ മുകളിൽ ഷാഡോ ഓഫ് ദ സൺ ഓഫ് ദ ഷാഡോ ഓൺ ദ മൗണ്ടൻസ്. വേറെ ഏതോ രാജ്യത്തെത്തിയ പോലല്ലേ ഇത്? UAE അല്ലല്ലോ. ജോർജിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഇങ്ങനെയാ. നീ ഇവിടെ നെതർലാൻഡ്സിലൊക്കെ പോയിട്ടില്ലേ? ഇവിടെയൊക്കെ പോണം. ഞാനും നിന്നെ കൊണ്ടുവന്നു. നിനക്ക് ബ്ലൂ ആയിട്ട് വേണ്ടേ? കണ്ടില്ലേ വ്യൂ? ആഹാ, എത്ര മനോഹരമായ ബ്യൂട്ടിഫുൾ വ്യൂ. ഈ മലയും കയറി. ഇത് കിടലം വ്യൂ അല്ലേ? നല്ല വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ വഴി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ കാണുന്ന ആ ഒരു ഫാന്റാസ്റ്റിക്. ആയില്ലേ? മഞ്ഞായിരിക്കില്ല, ഫോഗി. സത്യം, ഫോണിന്റെ അല്ല, കേബിളിന്റെ പ്രശ്നം തോന്നുന്നു. ജേഷ, ഇതല്ലേ ഷീസ് പാർക്ക്? അപ്പൊ അവിടെ കണ്ട് വെറും മാർക്കറ്റ് അല്ലേ? അവൻ ഉറങ്ങി. അവൻ മാർക്ക് ചെയ്ത് അവിടെ പാർക്കിലേക്കല്ല പോകുന്നത്. അതാദ്യം നീ മനസ്സിലാക്കണം. ഇതെന്താ മൂത്രപ്പരയാണോ അത്? പോലെ പഴയ നാട്ടിലെ നൊസ്റ്റാൾജിയക്ക് വേണ്ടിട്ട് കെട്ടിയുണ്ടാക്കിയിരിക്കും. ഇവിടെ വന്നപ്പോൾ ആകെ ക്ലൈമറ്റ് മാറിയത് കണ്ടോ? കംപ്ലീറ്റ് തണുത്ത് ഒരുമാതിരി ഇതായിപ്പോയല്ലേ? ഡാർക്ക്നെസ്. 12. അത് ഒറിജിനൽ ഒന്നുമല്ലല്ലോ. അത് ഇവിടുന്ന് ടാങ്കിൽ നിന്ന് അടിച്ചു വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നപ്പോ ഒറിജിനൽ പോലെ ആയി തുടങ്ങി. Okay, Mathai, let me take you to a place where you will love it. It's a different destination. Okay. Right? Look at these beautiful flowers. ഇത് ഫ്ലവർ ആണ്, എല്ലാം ഉണങ്ങിയതാണോ? കണ്ടു കഴിഞ്ഞാ ഇവിടെ ഇപ്പൊ ടാർ അടിച്ചല്ലോ ഇവിടെയൊക്കെ റോഡ്. പണ്ട് എന്ത് ഡേഞ്ചർ റോഡായിരുന്നു അറിയത്? വെരി ഡേഞ്ചറസ്. മോനെ, വി ആർ ഗോയിങ് ടു ദ വാലി ഓഫ് അതിൻ്റെ ഉള്ളിൽ ഷീസ് വില്ലേജ് ഉണ്ട്. അത് പണ്ട് കാലത്ത് നമ്മളെ ഷാർജ ഷെയ്ഖെല്ലാം വന്ന് താമസിച്ചിരുന്ന സ്ഥലമൊക്കെയാന്ന് പറയണത്, ചൂട് കാലത്ത്. നമ്മൾ ഈ മലകളുടെ ഇടയിലേക്കാണ് പോകുന്നത് കേട്ടോ.
നീ മിക്കവാറും ഉറങ്ങും. എൻ്റെ ഉറക്കമൊക്കെ ഇപ്പം മാറും. നമ്മൾ ഈ റോഡൊന്ന് കഴിയുമ്പോഴേക്കും ഇനി നമ്മൾ കുലുക്കത്തക്കത്ത എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഓ, ഇവിടെ എല്ലാം അവന്മാർ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് തണുപ്പ് നോക്കി. അയ്യോ ഷടാ, അതെ സത്യം, നല്ല തണുപ്പ് കേട്ടോ. ഒയ്യോടാ, കയ്യൊന്നിട്ടേക്ക് പുറത്ത്. വെള്ളം പോകുന്നുണ്ടോ? See the water of the going, flowing. Oh, this is the water of the Oasis. പണ്ട് ഇവിടെ ഒരു വാട്ടർഫോൾ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ പോയി. ആരാണ്ട് കത്തിക്കുന്നു, നല്ല സ്മെല്ല്. Who's the smell? ഇവിടുത്തെ അതൊക്കെ പോയല്ലടാ, ഇവരത് മാറ്റിക്കളഞ്ഞു. ഇവിടെ ഇവിടെ അങ്ങനെ വെള്ളം വന്ന് ചാടിയിട്ടേ ഇവിടെ അങ്ങനെ കെട്ടിക്കിടക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ. ദിസ് ഈസ് ദ ഷീസ് മറ്റേ ഫാംസ്. അവിടെയൊക്കെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇവിടെ ബ്രിഡ്ജൊക്കെ പണിയുന്നുണ്ട് കേട്ടോ ഇവിടെ. വെള്ളം നിർത്തി വെച്ചിരിക്കുകയാണ്. Oh my God. You're entering to the valleys. Oh, that looks so good. Yeah, beautiful. ഇതിനുള്ളൊക്കെ കയറാം കേട്ടോ വേണമെങ്കിൽ. നടക്കാൻ പോവാം. You can walk inside. ചിലതിൻ്റെ ഗേറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. ഇവിടെ എല്ലാവരും വെള്ളം പോകാനുള്ള അതുണ്ടാക്കുക, പ്രൊവിഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഈ ഇതാണ്, അങ്ങോട്ട് കയറിപ്പോ നമുക്ക്. ആ ഭാഗത്തേക്ക് ഉണ്ടല്ലോ ഫുൾ ട്രയലാണ്. ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അതല്ല. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇത് ഷെയ്ഖ്സ് സംതിങ്. പുള്ളി ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത് ഇടയ്ക്ക്. ഈ സമ്മർ ആകുമ്പോൾ ഉണ്ടല്ലോ, സമ്മർ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാടാ. അത്ര ഇവിടെ വെയിൽ ഫീൽ ചെയ്യില്ല, ചൂട് ഫീൽ ചെയ്യില്ല. ഇവിടെ സമ്മർ റെസിഡൻസ് ആണ് ഇതൊക്കെ. ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെയാക്കി റോഡ്. ഇനി നമുക്ക് ഇടേണ്ട മാപ്പ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ദ മദ. ഇവിടെ മുകളിലൊരു വീടുണ്ട്, മൊത്തമായി കണ്ടോ? അത് ഇവിടെയല്ല, അപ്പുറത്താണോ? ഫാമൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഏരിയ അല്ലേ? വണ്ടി വരുമ്പോൾ ഇതെല്ലാം മറ്റേ കല്ലിട്ട റോഡ്. അത് നോക്കിയേ കണ്ടോ, മുകളിലൊരു വീട് കണ്ടോ, ഒരു ഫാമൊക്കെ ആയിട്ട്. പശുവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അയ്യോ, ബോഗൺവില്ല ലാസ്റ്റ് വീക്ക് നമ്മൾ പോയ സ്ഥലത്തല്ലേ? ഹെൽത്ത് സെന്റർ. ഓ, ഗ്രോസറി ഒരെണ്ണം ഉണ്ട് ഇവിടെ. വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ പറഞ്ഞോ, വേണമെങ്കിൽ പറഞ്ഞോ. ഇനി നിനക്ക് കിട്ടില്ല ഗ്രോസറി. നോക്കിയാൽ വാഴയെല്ലാം എന്തൊക്കെ നോക്കിയാ, നമുക്കൊരു തൈ പറിച്ചാലോ? എടാ, അവിടെ ഒരു തൈ എങ്ങനെ കൊണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക്? നിനക്ക് വാഴ വേണമെന്ന് പറഞ്ഞ കുറേ ആളെ പറയില്ലേ? എന്നെ വാഴയാക്കി മാറ്റും. നമുക്ക് ഏതെങ്കിലും ഫാം കണ്ട് വേണ്ട, അതാ പറഞ്ഞു കൊക്കല. എടാ, എന്താ മേടിക്കണ? ഗ്രോസറി എന്തെങ്കിലും വേണോ? ചിപ്സോ എന്തെങ്കിലും വേണോ? ചിപ്സ് മേടിക്കാം അല്ലേ? ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഗ്രോസറിയിൽ എന്തെങ്കിലും മേടിച്ച് പോവാം. ഇതാണോ? അതാ ചേഞ്ച് വേണോ? എന്തെങ്കിലും ഉണ്ട്. യു ലൈക്ക് പെപ്സി? ഡയറ്റ് കോക്ക്? വെറുതെ വെള്ളദാഹത്തിന്. ഹലോ, എന്നോടാ ചോദിച്ചു. ഡയറ്റ് കോക്ക് വേണ്ട? എന്തായാലും കുഴപ്പമില്ല. ഉറക്കം അവന് ഉറങ്ങി തീർക്കാനാണ്, ക്ഷീണം തീർക്കാനാ. മിസ്റ്റർ മത്തായി പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഓൺ റോഡ് ട്രിപ്പിന്. ഞാൻ കൊടുത്തപ്പോ താങ്ക് യു അല്ലേ? വെറുതെ തരും, വെറുതെ ആരും ഒന്നും തരില്ല.
അപ്പോൾ ഗൈസ് നമ്മൾ വാദി ഷീസിലേക്കുള്ള ട്രിപ്പ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അയ്യോ ഇത് മുത്തായി ഇവിടെ തണുപ്പത്ത് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ആ നല്ല കാര്യം. കഴിക്കോ? അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്കിൽ നമ്മളെ ഗ്രോസറി ഒക്കെ കാണാം. മത്തായി വീണ്ടും ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫാമുകൾ കണ്ടല്ലേ, ഫാമിൻ്റെ ഒരു കളിയാണ് ഇവിടെ. ഉണ്ടോ, കുറേ ഫാമുകളുണ്ട്. ജിയേഷിൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ജിയേഷിനെ അധികം ക്യാമറയിൽ കൊണ്ടുവരുന്നില്ല. ചിലപ്പോൾ കാണാം. ആ ഇവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. അവന് ഉറങ്ങുക. നിനക്ക് കൂളിംഗ് ഗ്ലാസ് വേണോടാ? അവൻ കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ തണുപ്പത്ത് നിന്നിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, നല്ല സാധനം കേട്ടോ. Cheers. നമുക്ക് വെള്ളപ്പം. സോ ഗൈസ്, വാദി ഷീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. അത് ജിജേഷ് മൂക്ക് ചീറ്റിയതാണ്, അല്ലാതെ ഇവിടെ പ്രേതം പോവും. ഓ എന്താ തണുപ്പ് മോനെ, നല്ല തണുത്ത കാറ്റടിക്കുന്നു. അല്ല അത് നല്ല രസമുണ്ടല്ലോ ഐസ്ക്രീം കഴിച്ചപ്പോൾ തണുപ്പത്ത്. വെള്ളമെല്ലാം കണ്ടായിരുന്നു, എന്ത് രസമായിട്ടാ പോന്നു. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നമ്മളും വെള്ളത്തിൽ ഒലിച്ചു പോയായിരുന്നെങ്കിൽ എന്ന്. ദേ ഇവിടെയൊക്കെ മീനുണ്ടായിരിക്കും കേട്ടോ. അതിനുള്ളൊക്കെ മീനുണ്ടോ അവിടെ? അല്ലേ, ഉണ്ട്, മീനുണ്ടാവും. അതെന്താ മറ്റേ ടാഡ്പോളായിരിക്കും അല്ലേ, മറ്റേ തവളയുടെ കുഞ്ഞുങ്ങളായിരിക്കും. മീനുണ്ട്. അല്ല അങ്ങനെ കാണിച്ചാൽ മതി. ഒന്നല്ല മീനായിരിക്കും, അല്ലെങ്കിൽ തവളയുടെ കുഞ്ഞുങ്ങളായിരിക്കും. ചെറിയ ക്യാമറാമാൻ മീൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു അവൻ. ഇത്ര ചിപ്സ് തരും. രാവിലെ നമ്മൾ കഴിക്കാത്തോണ്ട് നല്ല വിഷം. വാട്ട് എ നൈസ് ഏരിയ. ഇവിടെ അതിലും വലിയ മീൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഇല്ല അല്ലേ, ഇവിടെ മീനില്ല. ഓരോ തവണ വരുമ്പോഴും ഓരോ ലുക്കാണ് ഈ സ്ഥലത്ത്. സോ ഡിഫറെന്റ് ലുക്ക് ഓൾ ദ ടൈം. വെച്ചാൽ മതിയല്ലേ. കുഷനുണ്ട്. ഓ ഫുൾ സെറ്റപ്പായിട്ട് ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ഇതേതാ അത്? ടഹോ അല്ല, ചുണ്ട്. മതിയടാ, മതി, റെക്കോർഡ് ചെയ്ത് മതി. ബിക്കോസ് എന്താ പറയുക, എനിക്ക് മദയിൽ വന്നിട്ട് കുറച്ച് ഒന്നൊന്നര വ്യൂസ്. മിസ്റ്റർ മാത്യു, ഷൂട്ട് ഇറ്റ് പ്ലീസ്. വണ്ടി അങ്ങ് ഒലിച്ച് പോവുക അങ്ങോട്ട് താഴേക്കല്ലേ. പറച്ചോളേ കാത്തോളേ എന്നോട്ട് ഒറ്റ വിടല. ആഹാ, വേറൊരു വൈബ് ഈ വഴി. ഇവിടെ കാറാ ടാറിട്ടത് റോഡിൽ.
ഇത് കൊടുത്തിട്ടാണ് I'll be back, buddy. Hello? Hello? എന്തോ ആടെ അമ്മേ ഉയ് 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 full of rocks. വേറെ ടൈപ്പ് ഓഫ് റോക്ക് അത്. മണ്ണും കല്ലും എല്ലാം കലർന്നൊരു സംഭവം. പന്ത്രണ്ട് മണി 1 മണി ആയിട്ടാ. എന്നിട്ട് ഇവിടെ ലൈറ്റ് നോക്കി 4 മണി 5 മണി ആയ പോലെ ഉണ്ട്. നേരത്തെ ഇടാവും 5:30 ആകുമ്പോക്ക് അത് ഇരുട്ടാവും അത്. പക്ഷെ ഇവിടെ അത്രയും ലൈറ്റ് പോലും ഇല്ല ഇവിടെ. കണ്ടതാ വെയിലടിക്കുന്നേ ഇല്ല ഇവിടെ. ഇതേ ഒരു കയറ്റം മത്തായി 1.5 കയറ്റ ഹേ. ഞങ്ങള് വരുന്നുണ്ട് നാട്ടാരേ. പിടിച്ചോ പിടിച്ചോ. ആണോ എന്താ വഴിയുണ്ട് വഴിയുണ്ട് എല്ലാവരും വിശ്വാസത്തിൽ അത് വഴിയുണ്ട്. അല്ലെങ്കിൽ ഒറ്റ പോക്ക അബ്ലം. ഇനി നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു കേവ് കണ്ടോ അവിടെ. അവിടെ എല്ലാം വെള്ളം പോകുന്നുണ്ട് കണ്ടോ. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. നീ കാണുന്നുണ്ടോ? അങ്ങനെ കാണാം. അവിടെ ആൾക്കാരുണ്ടല്ലോ. വണ്ടിയെല്ലാം നിർത്തി. മലയാളി ഹേ ഓ ഹം ഹാ very nice. ജിജു ആർ യു ഓക്കെ? നിനക്കതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? മറ്റേ പൈററ്റ്സ് പോലെ എവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മറ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ. എൻ്റെ കൈയിടാനൊരു പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതെ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇത് ഇവിടെയൊക്കെ വെള്ളം നന്നായിട്ട് കുത്തിയടിച്ച് പോകുന്നു. ഇവിടെ ആളില്ലാത്ത പറഞ്ഞു. നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവരും ജസ്റ്റ് ഒന്നായിരിക്കും ഇവിടെ. നമ്മൾ മാത്രമല്ലോ, ആൾക്കാർ ഇഷ്ടം പോലെ വരാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ മാത്യു? വ്യൂ ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അടുത്ത പ്രാവശ്യം വരെ നമുക്ക് സ്വിമ്മിംഗ് ട്രെയിൻ കേട്ട് എടാ അതിൻ്റെ ഉള്ളിൽ മറ്റേ മുതലേ അങ്ങനെ ഉണ്ടാവും. നല്ലൊരു കേവ് നല്ല ബാറ്റ്സ് അല്ലേ. സൗണ്ട് എഫക്ട്സാ. ഡോൾബി അറ്റ്മോസ്. നിനക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടല്ലേ? ജിജേഷ് നീ വന്നിട്ടുണ്ടോ അവിടെ മുമ്പ്? ഇവിടെ വന്നിട്ടുണ്ടോ? ജിജേഷ് വന്നിട്ടുണ്ട്, മാത്യു വന്നിട്ടില്ല. അപ്പോൾ സം കൈൻഡ് ഓഫ് പാർക്ക്. ഇത് തന്നെയല്ലേ പാർക്ക് ജിജേഷ്? ഇവിടെ മുകളിൽ ചെറിയൊരു വില്ലേജ് ഉണ്ടല്ലേ. ഇവിടെ പാർക്ക്, ഇവിടെ വീണ്ടർ റോഡ്, ബോഗൺവില്ല അല്ലേ. അയ്യോ അങ്ങോട്ട് പോണ്ട, പ്രശ്നം. ആ എന്താ ഓ ഒരു വേറെ ഒരു ഫാം മൊത്തം വരുന്നു ഇങ്ങോട്ട്. ആ മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലേ. വാവ് ഗൈസ്, അപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മത്തായി പറയുന്നത്. മത്തായിയുടെ നാക്ക് പൊന്നാകട്ടെ.
നമുക്ക് വടിക്കാറൊക്കെ ഉണ്ടല്ലോ അല്ലേ പൊന്നാവകൻ ആയിരിക്കും. കരിനാക്കല്ലേ? എന്നിട്ട് ആരോ വിളിക്കുന്നു? വാ വാട്ട് എ പ്ലേസ് മാൻ. എങ്ങനെ കറക്റ്റ് ലെവൽ പലതായിരുന്നു തന്നെ വളർന്നു വരുന്നത്. ഇത് തന്നെ വളർന്നതല്ലേ, ഇത് ഫാം ചെയ്തുണ്ടാക്കുന്ന കണ്ടോ, കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അത് ഒട്ടും ഇതെല്ലാം വെള്ളം നന്നായിട്ട് പോകുന്ന വഴിയാ അതൊക്കെ കണ്ടോ. അല്ല നോക്കിയിട്ട് അതിനകത്തൊരു സൺ കയറുന്ന ആ സണ്ണ് നല്ല തിക്കായിട്ടാ വന്നിരിക്കുന്നല്ലേ. ഓ ഒരു വ്യത്യസ്തമായ റോഡ് കേട്ടോ. വാവ്. അത് ഷൂട്ട് ചെയ്ത് കാണിക്കും അതിൻ്റെ പേര്. എന്താ എപ്പിഗ്രാപ്പി റോക്ക് സൈറ്റ്. ബോഗൻ വില്ല നിറയെ. ഇത് കാടാണോ അവിടെ? ആർക്കോളജിക്കൽ സൈറ്റ്. ആർക്കിയോളജി. ആ ഇതാ ഈ സാധനോ? ഓ ഇതല്ലേ. എന്താണ് സംഭവം അവിടെ ഉള്ളത് ഇതിനുള്ളിൽ? ഫോസിലും വല്ലതും ഉണ്ടോ? എല്ലാം കണ്ടുപിടിച്ചായിരിക്കും, അതുകൊണ്ട് ഫ്ലാറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യനില്ല, കാണാനില്ലല്ലോ ഇവിടെ ഒന്നും. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. റോഡായോ? റോഡായി. ആ അത്രേ ഉള്ളൂ സംഭവം. ഓ അന്ന് നമ്മൾ റോഡ് കാണാൻ വേണ്ടി അതെ കുറെ നേരം ഓടി. അപ്പൊ നമ്മളവിടെ ഒമാനിലെത്തിയോ? മദ്ദ ഒമാനാണോ? എത്തിയിട്ടില്ലല്ലോ. ഇവിടെ റൗണ്ട് അപ്പൊട്ടൊക്കെ കാണാം. ആ ഇപ്പോൾ UAE കാറല്ലേ. ഇത് ചെറിയൊരു ഗ്രാമം. കാറ്റിൻ്റെ ഒരു സൗണ്ട് കേട്ടോ. വാ ഇത് വേറൊരു സ്ഥലം കേട്ടോ. ഇത് അടിപൊളി ഒരു സ്ഥലം. ഒരു മനുഷ്യനുണ്ടോ നോക്കിയോ? അത് ആരും കാണാനല്ലോ പുറത്തൊന്നും. ആ ഒരാളുണ്ട്. പുള്ളി ഇതാ ഇവിടെ കട തുറക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ കൊള്ളാം. റെസ്റ്റോറൻറ്റ് ആണെന്ന് തോന്നുന്നത്. ഈ വഴി നോക്കണം മാത്യു ഫ്രണ്ടിലേക്ക്. ഓ വേറൊരു ലുക്ക് തന്നെ മോനെ. ഷേ എൻ്റെ പൊന്ന് മക്കളെ, ഈ വഴി എന്തായാലും വന്നിരിക്കണം നിങ്ങൾ. ബൈക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റിയ വഴിയല്ലേ? അതെ നിങ്ങളിത് കണ്ടോ ഗൈസ്? ബൈക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു വഴിയാണ്. ബൈക്ക് ലൈസൻസ് എല്ലാം എടുത്തിട്ട് വരും. എനിക്കും ലൈസൻസ് എടുക്കണം ബൈക്കിൻ്റെ. പക്ഷേ എൻ്റെ അബുദാബിയിൽ പോയിട്ട് ഇനി ഓപ്പൺ ചെയ്യണം വീണ്ടും. ഓ ഇതൊരു ഒന്നൊന്നര ലുക്കുള്ള സ്ഥലം കേട്ടോ. നാട്ടിലെ വഴി കൂടെ ഓടി. അതെ നാട്ടിൽ പെട്ടാനില്ലല്ലോ. നാട്ടിൽ ബത്താനിയില്ല. ഒരു വണ്ടി വരുന്നുണ്ട്, അവൻ പോയിക്കോട്ടെ. നമുക്കത്ര തിരക്കൊന്നുമില്ല. ഇതെന്താ ഈ സംഭവം? എന്താ സൈഡിലുള്ളത്? അതല്ലോ അറിയോ? ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് കയറിപ്പോകാൻ വേണ്ടി മുകളിലേക്ക് എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അറബിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അത് എഴുതിയത്? കണ്ടിട്ടൊരു വിവരമില്ലാത്ത ഉത്തരം. ഇവിടെ മറ്റേ ലാൻഡ് ഡൗൺസ് ഒക്കെ. ആ ഓക്കെ ഓക്കെ. ഓ അവിടെ വേറൊരു സംഭവം, അൽ നഹ്വ പാർക്ക്. അത് മുകളിലാന്ന് തോന്നുന്നു കേട്ടോ. ആ ശരി, ഇതായിരിക്കും എൻട്രൻസ് അല്ലേ? അല്ലേ പാർക്ക് കണ്ട അപ്പ ചാടി വീഴത്. ഇതെന്താ പടവലങ്ങി എന്താ? അത് കൃഷി കേട്ടോ. അത് കണ്ട അവിടെ ഫുള്ള് ആ കുറെ സംഭവങ്ങളുണ്ട്. ഉള്ളി, ഇതാ മത്തങ്ങയുടെ അല്ലേ ആ സാധനമൊക്കെ എടുക്കുന്നത്. ചെടി എടാ മത്തായി എന്നല്ല പറഞ്ഞു, മത്തങ്ങ എന്ന് പറഞ്ഞു. മത്തങ്ങ, പടവലങ്ങ, അതാ കുറെ സാധനമുണ്ട്. ഇതാ പൂച്ച അതിനിടെ കൂടെ. അതൊരു കൃഷിയാണ്.
ആ ചെറിയൊരു സ്ഥലത്ത് അവരെങ്ങനെ ചെയ്യുന്നു. ഓ ഇതൊക്കെ ദിസ് ഇസ് വാട്ടർഫോൾ ഏരിയ. അമ്പോ അവിടെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്. അതെ അതെ, കുറേ പരിപാടികളുണ്ട് ഇവിടെ. അവധിയാണ്, ഒരാളെയും കാണുന്നില്ല.